അത് നമ്മളിപ്പോ അങ്ങനെ ഹോം കമ്മിങ് ആണെന്ന് കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ആഹ് മമതാ ബാനർജി ഏറെ കാലം അവസരവാദപരമായ നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരു നേതാവ് എന്ന രീതിയിൽ തന്നെ നമ്മൾ വ്യക്തിപരമായിട്ട് അവരെ കാണേണ്ടതുണ്ട്. കാരണം നിങ്ങൾ ഈ പറഞ്ഞ കാലഘട്ടത്തില് അവര് ഇടക്കാലത്ത് ഒരു വാജ്പേയി മന്ത്രിസഭയുടെ ഭാഗമായിരുന്നല്ലോ. അപ്പോൾ ഏറെക്കാലം ഒന്ന് മാത്രമല്ല, ഇടതുപക്ഷത്തെ അട്ടിമറിക്കുവാൻ വേണ്ടി നടന്ന സമരങ്ങളിലും മറ്റും ഒരു വിശാലമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണി ഉണ്ടാക്കുന്ന ഭാഗമായിട്ട് അവര് RSS മുതൽ SUCI വരെയുള്ള എല്ലാ കക്ഷികളെ അണിനിർത്താൻ അത്തരത്തിൽ ഒരു ആദർശമൊന്നും തടസ്സമായ ഒരാളല്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ ആദർശത്തിലേക്ക് മമതാ ബാനർജി തിരിച്ചു വരുന്നു എന്നുള്ള ഒരു നിരീക്ഷണത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ നിലവിൽ അതൊരു നിലനിൽപ്പിന്റെ ആവശ്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. എന്ന് മാത്രമല്ല, അവര് പഠിപ്പിച്ച ഈ അവസരവാദത്തിന്റെ രാഷ്ട്രീയം അവരുടെ കൂടെയുള്ള ആളുകൾ പ്രയോഗിക്കുമ്പോൾ അവർ ഏതാണ്ട് നിസ്തേജയായി പോകുന്ന ഒരു അവസ്ഥയുണ്ട് അവർക്ക്. നമ്മൾ ഒരുപക്ഷെ ഇത് ഒരു ഇതിനെ കുറെ കൂടി വിശാലമായ രീതിയിൽ ഇതിനെ അനലൈസ് ചെയ്യണമെന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രതിപക്ഷമില്ലാത്ത ഒരവസ്ഥ സൃഷ്ടിക്കുവാൻ പണത്തിനും ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ വലിയ ഗൂഢാലോചനകൾക്കും ED പോലെയുള്ള സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷമില്ലാത്തൊരവസ്ഥ നമുക്കറിയാം. തൃണമൂൽ കോൺഗ്രസിന്റെ പല MP മാരും മികച്ച പാർലമെന്റേറിയൻസ് ആയിരുന്നു. സാഗരിക ഘോഷ് ആയിക്കോട്ടെ, മഹുവ മൊയ്ത്ര ആയിക്കോട്ടെ, രാജ്യസഭയില് പിന്നെ ഡെറിക് ഒബ്രിയാൻ ആയിക്കോട്ടെ, ഇവരിൽ പലരും തന്നെ ഇപ്പോൾ കൂറുമാറി അപ്പുറത്തോട്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ഇഫക്റ്റീവായിട്ട് മോദി ഗവൺമെന്റിനെ തുറന്നു കാണിച്ചിരുന്ന പല MP മാരും TMCയുടെ ഭാഗമായിരുന്നു. അവര് കാരണം പലരും രാഷ്ട്രീയമൊന്നുമില്ലാത്ത പൊങ്ങുതടികളായിരുന്നു. അവരെയൊക്കെ മമത ഹാൻഡ് പിക്ക് ചെയ്ത് തൃണമൂലിന്റെ ഭാഗമാക്കിയതാണ്. ഇപ്പോൾ നോക്കൂ, അവരെയൊക്കെ പണമോ അധികാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനമോ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുവാനുള്ള ഒരു വലിയ ശ്രമമാണ് നടക്കുന്നത്. അതിനെ ചെറുത്ത് നിൽക്കുവാനുള്ള ഭാഗമായിട്ട് കോൺഗ്രസിന്റെ കൂടെ മമത ചേരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. കാരണം അവരെ ഇപ്പൊ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഗെയിമിന്റെ അതൊരു ഗെയിമായിട്ട് കാണാമെങ്കിൽ അതിന്റെ ഒരു സർവൈവൽ പാർട്ടില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത്. ഇടതു പാർട്ടികൾക്ക് ഒരു തിരിച്ചടിയാകുമോ? കാരണം തിരിച്ചു വരാൻ ശ്രമിക്കുകയാണല്ലോ ഇടതു പാർട്ടികൾ ബംഗാളിൽ. നിങ്ങളെ വീഴ്ത്തിയാണല്ലോ, അല്ലെങ്കിൽ ഇടതു പാർട്ടികളെ വീഴ്ത്തിയിട്ടാണല്ലോ, പ്രത്യേകിച്ച് CPM-നെ വീഴ്ത്തിയിട്ടാണല്ലോ മമത അവിടെ അധികാരത്തിലെത്തിയത്. ശ്രീ പ്രശാന്ത്. തീർച്ചയായിട്ടും അത് മമതാ ബാനർജി കളിച്ച ഒരു പൊളിറ്റിക്സ് കൂടി നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു വലിയ തോതില് മുസ്ലിം വോട്ട് ബാങ്കിനെ ആയിരുന്നു CPM-ന്റെ വോട്ട് ബാങ്ക് ആയിട്ട് നിന്നത്. ഒരു പക്ഷെ അതിനൊപ്പം തന്നെ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ബുദ്ധിജീവി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, ഈ കായസ്ഥ പോലെയുള്ള സമുദായങ്ങളും ചേർന്നതായിരുന്നു CPM-ന്റെ ഒരു വോട്ട് ബാങ്ക്. അതിനെ നെടുകെ പുലർത്തിക്കൊണ്ടാണ് മമത അവിടെ അധികാരത്തിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും അതിനുശേഷം വലിയ തോതിൽ CPM-നും ഇടതുപക്ഷത്തിനും പൊതുവിൽ ഇപ്പോഴും അവിടെ നല്ല സ്വാധീനമുണ്ട്. പക്ഷെ അത് വോട്ടായിട്ട് മാറ്റാൻ സാധിക്കാത്ത വിധത്തിൽ കായികപരമായിട്ട് അതിനെ ചെയ്യുന്ന ഒരു രീതി കൂടെ ഉണ്ടായിരുന്നു മമത മുമ്പോട്ട് വന്നത്. ഇതേ തന്ത്രം തന്നെ അധികാരത്തിലേക്ക് വരുന്ന മറ്റ് ഇപ്പൊ BJP പ്രയോഗിക്കുകയാണ്. പക്ഷെ അതിനേക്കാളും അതിൻ്റെതായിട്ട് കുറെ കൂടെ വൈഡറായിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ കേന്ദ്ര BJP-യുടെ പണവും ED സ്വാധീനവും CBI മറ്റതും നമുക്കറിയാലോ. സുവേന്ദു അധികാരി തന്നെ അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണല്ലോ. സുവേന്ദു അധികാരിയെ കുറിച്ച് BJP-ക്കാർ പറഞ്ഞത് ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പൊ അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിന്റെ നമ്മുടെ ഹേമന്ത് ബിശ്വ ശർമ്മയെ പോലെ മറ്റൊരാളാണ് സുവേന്ദു അധികാരി. തികഞ്ഞ ഒരു കള്ളനാണ്. അയാളെ പിന്നെ കൈയോടെ പിടിച്ച് പിന്നെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കി ഒളിപ്പിച്ച് അപ്പുറം എടുക്കുകയാണ്. ഇപ്പൊ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇപ്പൊ ഇടതുപക്ഷത്തെയും പിന്നെ BJP-യും കൂടെ ഒരുമിച്ച് നേരിടാനുള്ള ഒരു ശേഷി ഇപ്പൊ കോൺഗ്രസിൽ പോയാൽ പോലും മമതാ ബാനർജിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല.